ഈശോയില് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഒക്ടോബർ 16 വാഴ്ത്തപ്പെട്ട രാമവരം കുഞ്ഞച്ചന്റെ തിരുനാൾ. 1891 ഏപ്രിൽ മാസം 1 രാമപുരത്തെ തേവർപ്പറമ്പിൽ വീട്ടിൽ ഐപ്പ് എലീശ ദമ്പതികളുടെ മക്കളിൽ ഏറ്റവും ഇളയവനായി കുഞ്ഞച്ചൻ ജനിച്ചു. മരിയ ഭക്തനായിരുന്നു. ദിവ്യകാരുണ്യ ഭക്തിയിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ 1913 സെമിനാരിയിൽ ചേർന്നു. സഹപാഠികൾ അദ്ദേഹത്തെ കണ്ടത് പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ടാണ്. 1921 ഡിസംബർ മാസം 21 അദ്ദേഹം പുരോഹിതനായി. 1923 കടനാട് പള്ളിയില് അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ആരംഭിച്ചു. 1926 തന്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ സ്വന്തം നാടായ രാമപുരത്തേക്ക് അദ്ദേഹം തിരിച്ചുപോയി. കുമ്പസാരം കേൾക്കാനും നല്ല മരണത്തിന് ആളുകളെ ഒരുക്കുവാനും അദ്ദേഹം തൽപരനായിരുന്നു. അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയിൽ ഒത്തിരി പാവപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ദളിതർ. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ അദ്ദേഹം കളരികൾ സ്ഥാപിച്ചു. ജീവിതത്തിൽ എളിമയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. കേരളത്തിലെ ജോൺ മരിയ വിയാനി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1926 മുതൽ 1973 വരെ, അതായത് നീണ്ട 47 വർഷം സ്വന്തം ഇടവകയിൽ തന്നെ അദ്ദേഹം സേവനം ചെയ്തു. 1973 ഒക്ടോബർ 16 അദ്ദേഹം മരിച്ചു. വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചനെ പറ്റി ഓർക്കുമ്പോൾ മിഴികളിൽ കരുണയുടെ തിരിനാളമേന്തിയവൻ, സ്നേഹത്തിന്റെ അഗ്നി പരത്തിയവൻ, ഈശോയുടെ തിരുമുഖം സോദരിൽ കണ്ടവൻ, ഏഴകൾക്ക് തോഴനായവൻ, ദൈവസന്നിധിയിൽ സർവ്വജനതകളും തുല്യരാണെന്ന് കണ്ട പ്രേക്ഷിതൻ, ചെറുതായി ജീവിച്ചവൻ, ലോകം വെറുത്തവരെ സ്നേഹിച്ചവൻ, ഈശോയാൽ മാർഗമേകിയവൻ, രോഗങ്ങളും സഹനങ്ങളും കുരിശോട് ചേർത്തവൻ, കുരിശിന്റെ തണലിൽ ശാന്തി കണ്ടവൻ. ഇന്ന് വാഴ്ത്തപ്പെട്ട രാമവരം കുഞ്ഞച്ചന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് കുഞ്ഞച്ചന്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. കുഞ്ഞച്ചനിൽ വിളങ്ങിയിരുന്ന ഈ പുണ്യങ്ങളും നന്മകളും കൃപകളും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ഈശോയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് വാഴ്ത്തപ്പെട്ട രാമവരം കുഞ്ഞച്ചനെ വിശുദ്ധ പദവിയിലേക്ക് അനയിക്കുവാൻ വേണ്ട എല്ലാ കൃപകളും ഉണ്ടാകാൻ വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.